ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൽക്കാരത്തിനൊക്കെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗ് ആണ്. പുഡിംഗ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു പാൻ എടുത്ത് 2 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് 3 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ എടുക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാൻ. സേമിയയുടെ കളർ ഡാർക്ക് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഡാർക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഏത് കമ്പനിയുടെ ആയാലും പ്രശ്നമില്ല. ഞാനിവിടെ അമൂലിന്റെ മിഠായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാമിന്റെ ടിന്നിൽ നിന്നും 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി പുഡിംഗ് ട്രേയുടെ അടിയിൽ അല്പം ഗീ തേച്ച് കൊടുക്കാം. ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പകരം ബട്ടറും യൂസ് ചെയ്യാം. ട്രേയിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. കട്ടയാതൊക്കെ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് ട്രേയിലെ എല്ലാ വശത്തേക്കും ഒരേ ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്ക് മാറ്റിവെക്കാം. ഇനി 500 ml പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പാൽ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നമുക്കിനി മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാല് ചൂടാക്കാനായി വെക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റിവെച്ച കോൺഫ്ലവർ മിക്സ് ചെയ്ത പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി കുറുകി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ചൂടാറിയതിന് ശേഷം രണ്ടാമത്തെ ലെയറായി സേമിയയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ സേമിയ വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.